എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് പോവുക. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ്സിനകത്ത് ജോയിൻ ആയി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ആകെ ഇതിനകത്ത് 1 മണിക്കൂറേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ട്. ആ ഒരു സമയത്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിൽ ജോയിൻ ആവുക, സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലൈഫാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ പിന്നീട് പോയത് ഇവിടെയായിരുന്നു അതിനകത്ത് നമ്മൾ ചെയ്തത്. ഫോർ ദ ഇക്വേഷൻ എക്സ്ട്രാ സ്ലൈഡ് വെച്ച് ഓക്കെ. അപ്പം വീണ്ടും അതിലേക്ക് തന്നെ വന്നത്. അല്ല വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഓഫ് എ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. 0 ഫസ്റ്റ് സെക്കൻഡ്. ആദ്യം മോൾ എന്താണ്, നെഗറ്റീവ് അടിക്കരുത്. ആദ്യം തന്നെ നെഗറ്റീവ് അടിക്കരുത്. ഫസ്റ്റ് 0ക്ക് നെഗറ്റീവ് അടിക്കരുത്. ലിറ്ററിന് നെഗറ്റീവ് അടിക്കുക. എല്ലായിടത്തും എസ് ഇൻവേഴ്സ് ഉണ്ട്. ഇനി മോൾക്ക് നെഗറ്റീവ് രണ്ടാമതല്ലേ, അപ്പോൾ അടിക്കുക, നെഗറ്റീവ് അടിക്കുക. ലിറ്ററിന് നെഗറ്റീവ് അടിക്കണ്ട, അതായത് ഇതിനെ ഉൾട്ടടിക്കുക. മോളിൻ്റെ ആ നെഗറ്റീവ് മോളിൽ ഇട്ട് കൊടുക്കുക, ലിറ്ററിന് മാറ്റി. അപ്പം ഇതാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. വളരെ സിമ്പിളാണ്, ഏത് യൂണിറ്റും ആർക്കും പഠിക്കാവുന്നത്. അത് നമ്മൾ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 0, 1, 2. സെക്കൻഡ് ഓർഡർ ഇപ്പോൾ എന്താ, എല്ലാറ്റിനും എസ് ഉണ്ട്, എസ് ഇൻവേഴ്സ് എല്ലാറ്റിനും ഉണ്ട്. 0ക്ക് ആണെങ്കിൽ ആദ്യം തന്നെ മോളിന് ആദ്യം തന്നെ നെഗറ്റീവ് ഇടണ്ട, ലിറ്ററിന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒന്നുമില്ല സെക്കൻഡ് ഇൻവേഴ്സ്, ഇവിടെ ഉൾട്ട അടിക്കുക, മോളിന് ഇൻവേഴ്സ് കൊടുക്കുക ലിറ്ററിന്. ഇതൊക്കെ അല്ലേ എല്ലാവർക്കും? യൂണിറ്റ് ചോദിച്ചാൽ സെക്കൻഡ് ഫസ്റ്റ് എല്ലാം ഏത് യൂണിറ്റ് ചോദിച്ചാലും യൂണിറ്റ് ചോദിച്ചാൽ അറിയാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും പറയാട്ടോ. യൂണിറ്റ് ചോദിച്ചാൽ അറിയാം. മോളിക്കുലാരിറ്റി ഓർഡറും തമ്മിലുള്ള വ്യത്യാസം ആർക്കൊക്കെ അറിയാം? മോളിക്കുലാരിറ്റി ഓർഡറും മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമാണ്. ഒരു റിയാക്ഷനിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊളൈഡിങ് ഓർ ടേക്കിംഗ് പാർട്ട് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണമാണ്. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ്, അത് തിയറിയാണ്. ഇറ്റ് ഈസ് ആൾവേസ് എ ഹോൾ നമ്പർ, അതൊരു നമ്പറാണ്, 0 ഒന്നും ആവില്ല. അത് സിംഗിൾ റിയാക്ഷന് മാത്രമാണ് നോക്കുക. ഓർഡർ എന്ന് പറഞ്ഞാൽ അതല്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആളുകളെ കൂട്ടിട്ട് നിർത്തണം, എന്നിട്ട് അവർ തലയിൽ എന്താ ഉള്ളത് നോക്കണം, എന്നിട്ട് അത് കൂട്ടണം. അതിപ്പോഴാണ് ഓർഡർ കിട്ടുക. ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ ഏതാ റിയാക്ഷൻ നോക്കിയാൽ മതി. ഇവിടെ ഏതാണ് റിയാക്ഷൻ നോക്കുക. AB+CD ആണെങ്കിൽ ഇവിടെ എത്ര ആൾക്കാരുണ്ട് നോക്കുക. അതാണ് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എത്ര എണ്ണം ഉണ്ട് നോക്കുന്നതാണ്. അതൊരു നമ്പർ ആയിരിക്കും, അത് 0 ഒന്നും ആവില്ല. പിന്നെ അത് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് അപ്ലിക്കബിൾ. പക്ഷെ ഓർഡർ അങ്ങനെയല്ല. ഓർഡർ ആ റിയാക്ഷനിലെ ആളുകളെ എന്ത് ചെയ്യണം, എനെയും ബിനെയും കോട്ടിട്ട് നിർത്തണം, എ ബി. എന്നിട്ട് അവരെ തലയിൽ 2 കാര്യങ്ങൾ വെച്ചു കൊടുക്കണം. ആ തലയിൽ എന്താണ് ഉള്ളത് അത് കൂട്ടണം, അതാണ് ഓർഡർ. അപ്പം അതുകൊണ്ട് തന്നെ അത് തലയിൽ എന്താണ് എന്നുള്ളതൊക്കെ പരീക്ഷണം നടത്തി കണ്ടുപിടിക്കണം. ചിലപ്പോൾ തലയിൽ 1 ആവാം, ഇവിടെ 2 ആവാം, അപ്പം 3 ആണ് ഓർഡർ. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നോക്കുക. അത് റേറ്റ് ഇക്വേഷനിൽ ഈ തലയിലാക്കി ഇങ്ങനെ കൂട്ടിട്ട് നിർത്തിയതിനെ റേറ്റ് ഇക്വേഷൻ എന്നാ പറയുക. R=K എന്ന് പറഞ്ഞിട്ട് റേറ്റ് ഇക്വേഷനിലെ പവറുകൾ കൂട്ടുന്നതാണ് ഓർഡർ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു റിയാക്ഷനിൽ റേറ്റ് ഇക്വേഷന്റെ പവറുകൾ കൂട്ടുന്നതാണ് എന്ത്, ഓർഡർ. അപ്പം ഞാൻ അതിനകത്ത് ഓർഡർ മനസ്സിലാവാത്തവർക്ക് ഇതിനകത്ത് നമ്മൾ പുതിയ എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു റിയാക്ഷൻ ഇപ്പോൾ 2A + B gives C+D. അപ്പോൾ ഇതിന്റെ മോളിക്കുലാരിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 2ഉം ഇവിടെ 1ഉമാണ്, അപ്പോൾ 3ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു നമ്പർ ആയിരിക്കും. ഒരിക്കലും 0 ആളുകൾ പങ്കെടുത്തു എന്ന് പറയില്ല, പിന്നെ അര ആളുകൾ പങ്കെടുത്തു എന്ന് പറയില്ല. അതുകൊണ്ട് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പങ്കെടുക്കുന്നവരുടെ എണ്ണം. പിന്നെ ഇത് ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്, ഇത് നോക്കി പറയാൻ പറ്റുക. അല്ലാണ്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്നതിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത്. പക്ഷെ ഓർഡർ ഇനി എങ്ങനെയാണ് നോക്കുക? ഓർഡർ നമ്മൾ നോക്കേണ്ടത് ഈ ഇക്വേഷനിൽ പങ്കെടുക്കുന്നവരെ കൂട്ടിട്ട് നിർത്തുക എന്നുള്ളതാണ്. R=K എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിട്ട് നിർത്തുക, എ ബി. ഇതാണ് അതിൻ്റെ ഈ റേറ്റ് ഇക്വേഷൻ. ഇതിപ്പം ഇവിടുത്തെ 2 ഒന്നും എഴുതാൻ പാടില്ല. ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ മാത്രം, അവരെ പേര് മാത്രം എന്ത് ചെയ്യുക,
കോട്ടിട്ട് നിർത്തുക. എന്നിട്ട് തലയിൽ ഒരു എക്സ് കൊടുക്കുക, ഇവിടെ ഒരു വൈ കൊടുക്കുക. അതാണ് റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളാണിത്, അതിൻ്റെ പവറാണിത്. അപ്പോൾ അവരുടെ പവർ കൂട്ടിയാലാണ് ഓർഡർ. അപ്പോൾ ഇത് എന്തായിരിക്കും ഇവിടുത്തെ വാല്യൂ എന്ന് നമുക്കിത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. ഇതിൽ രണ്ടാന്ന് വിചാരിച്ച് എക്ക് ഇവിടെ രണ്ടാവില്ല. ഇതിൽ ബിക്ക് ഒന്നാണ്, ഒരു ബി ആണ് ഇവിടെ പങ്കെടുക്കുന്നത് വിചാരിച്ച് ഇവിടെ ബിക്ക് ഒന്നാവില്ല. അത് പരീക്ഷണം നടത്തിയിട്ട് ചിലപ്പോൾ അരയാവാം, ചിലപ്പം 3/2 ആവാം, ചിലപ്പോൾ 0 ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇത് രണ്ടിനും 0 ആകാം. അപ്പോൾ ഓർഡർ 0 ആണ്. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോട്ടിട്ട് നിർത്തിയ ആളുകളുടെ തലയിൽ എന്താണ് എന്നുള്ളത് കൂട്ടി നോക്കുന്നതാണ്. അപ്പോൾ അത് 0 ആകാം, അരയാകാം, കാലാകാം, മുക്കാലാകാം. അത് നമുക്ക് പറയാം, റിയാക്ഷൻ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. അത് എക്സ്പെരിമെന്റലി നമ്മൾ ലാബിൽ നോക്കണം. അപ്പം അതിനൊരു എക്സാമ്പിൾ എഴുതി വെക്കുക. ഇത് മനസ്സിലായിട്ടുള്ളവർ ലൈക്ക് അടിക്കൂ. ഇതാണ് ഓർഡറും ഇതാണ് മോളിക്കുലാരിറ്റി. ഓർഡറും മോളിക്കുലാരിറ്റി മനസ്സിലായോ നിങ്ങൾക്ക്? ഓർഡറും മോളിക്കുലാരിറ്റി അങ്ങനെയാണ്. അപ്പൊ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പം ഇതിനകത്ത് ഞാൻ പറയാം, ഇതിനകത്ത് ഇപ്പം തെസ്ലീന പ്ലസ് നിവേദിത ഗീവ്സ് എന്തോ പ്രൊഡക്റ്റ് കിട്ടി. അപ്പൊ തെസ്ലീനയും നിവേദിതയും ചേർന്ന് അപ്പൊ ഇവിടെ മോളിക്യൂൾസ് എത്ര ഉണ്ട്? എത്ര ആളുകളെ പങ്കെടുത്തത്? തെസ്ലീന ഒരാളാണ്, നിവേദിത ഒരാളാണ്. അപ്പൊ ഇതിന് മോളിക്കുലാരിറ്റി 2 ആണ്. ഇനി ഓർഡർ എങ്ങനെ കാണാം? ഓർഡർ കാണണമെങ്കിൽ തെസ്ലീനനെയും നിവേദിതനെയും കോട്ടിട്ട് നിർത്തണം. അപ്പം തെസ്ലീനാനെ കോട്ടിട്ട് നിർത്തി ഇൻറ്റു നിവേദിതനെയും ഇവിടെ കോട്ടിട്ട് നിർത്തി. ഇങ്ങനത്തെ R = K എന്ന് പറഞ്ഞ് കോട്ടിട്ട് നിർത്തണം കേട്ടോ. R = ഇതാണ് റേറ്റ് ഇക്വേഷൻ. ഇതിലെ ഇനി തെസ്ലീനാന്റെ തലയിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക, നിവേദിതാന്റെ തലയിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇവര് രണ്ടാളെ തലയിലും എന്താണ് നോക്കുക, അത് കൂട്ടി നോക്കുക. അതാണ് ഓർഡർ. അല്ലാണ്ട് ഇതിൽ 2 തെസ്ലീന പങ്കെടുത്തെന്ന് വിചാരിച്ച് തെസ്ലീനാന്റെ തലയിൽ 2 ആവില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ പങ്കെടുത്തത് 2 തെസ്ലീനയും ഒരു നിവേദിതയാണെങ്കിൽ ഓർഡർ മോളിക്കുലാരിറ്റി എത്രയാ? 3 ആണ്. 3 ആളാണ് പങ്കെടുത്തത്. പക്ഷെ ഓർഡർ ഒരിക്കലും തെസ്ലീനാന്റെ ഓർഡർ ഇവിടെ 2 ആവില്ല. അത് നമ്മൾ ലാബിൽ നോക്കിയിട്ട് ചിലപ്പോൾ തെസ്ലീനാന്റെ ഓർഡർ അരയായിരിക്കും. ഇവിടെ നിവേദിതയുടെ ഓർഡർ ചിലപ്പം 3 ആയിരിക്കും. അപ്പോൾ റിയാക്ഷന്റെ ഓർഡർ എത്രയാ? 3.5 ആണ്. അപ്പൊ അത് കോട്ടിട്ട് നിർത്തുന്ന ആളുകളുടെ തലയിൽ എന്താണോ അത് വെച്ചിട്ടാണ് ഓർഡർ പറയുക. അപ്പൊ അത് എന്ത് വേണമെങ്കിലും ആകാം. അതാണ്. അത് ഏത് റിയാക്ഷനും പറയാൻ പറ്റും. അത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കണമെന്നൊന്നുമില്ല. അത് ഒരുപാട് ആളുകൾ ചേർന്ന് നടക്കുന്ന കോംപ്ലക്സ് റിയാക്ഷൻ ഒക്കെ ഓർഡർ പറയാൻ പറ്റും. അപ്പൊ അതാണ് മോളിക്കുലാരിറ്റി ഓർഡർ. ഇനി നിങ്ങളോട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ നമ്മൾ ചെയ്തത്. മോളിക്കുലാരിറ്റി പറയാൻ പറഞ്ഞു. അതൊക്കെ അവിടെ 2 ആള്. ഇവിടെ ഈ നമ്പർ നോക്കൂല കേട്ടോ. ഇവിടുത്തെ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 1 ആണ്. അപ്പൊ 2 1 3 ആണ് ഇതിലെ മോളിക്കുലാരിറ്റി. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ ഇവിടെ ആയിരുന്നു അതിനകത്ത് പലർക്കും അതിനകത്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിലെ ഓർഡർ മോളിക്കുലാരിറ്റി പറയാനായിരുന്നു. അപ്പം അതിനകത്ത് നമുക്ക് ആ ഒരു റിയാക്ഷൻ്റെ അതിനകത്ത് പലർക്കും അതിനകത്ത് ഇവിടെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പലർക്കും. സോ അതിനകത്ത് അതിലോട്ട് നമുക്ക് പോകാം. അപ്പൊ ഇവിടെ ഇതാണ് റിയാക്ഷൻ. ഇതാണ് റിയാക്ഷൻ. നോക്കൂ നിങ്ങൾ, ഇതാണ് റിയാക്ഷൻ. അപ്പൊ ഇതാണ് ഇവരാണ് പ്രവർത്തിക്കുന്നത്. ഈ റിയാക്ഷൻ കണ്ടിട്ട് ഇവരാണ് റിയാക്റ്റൻസ്, ഇവരാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അപ്പൊ ഇതിന്റെ എന്ത് എഴുതാൻ പറഞ്ഞത്? ഓർഡറും മോളിക്കുലാരിറ്റിയും. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്ര ആളുകളാണ് പ്രവർത്തിക്കുന്നത് നോക്കുക. മോളിക്കുലാരിറ്റി പറയാൻ എളുപ്പമാണ്. ഇവിടെ ഒരാള്, ഇവിടെ നമ്പർ ഒന്നും ഇല്ലല്ലോ, അപ്പൊ 1 ആണ്. ഇവിടെയും നമ്പർ ഒന്നുമില്ല, അപ്പൊ 1 ആണ്. അപ്പൊ മോളിക്കുലാരിറ്റി പങ്കെടുക്കുന്നവർ 2 ആണ്. ഇവിടെ കുറേ വലിപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, എത്രയേ ഉള്ളൂ? മോളിക്കുലാരിറ്റി 2 ആണെന്ന് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. പങ്കെടുക്കുന്നവർ 2 ആണെന്ന് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഓക്കെയാണ്, പങ്കെടുക്കുന്നവർ 2 ആണ്. പക്ഷേ അവിടെ ഓർഡർ എങ്ങനെയാ? ഓർഡർ എങ്ങനെയാ കാണുക? ഞാൻ പറഞ്ഞിരുന്നു, ഓർഡർ നോക്കുമ്പോൾ ഓർഡർ എപ്പോൾ ചോദിച്ചാലും ഓർഡർ എങ്ങനെയാ? നിങ്ങൾ അതിലുള്ള ഇപ്പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം? കോട്ടിട്ടിട്ട് നിർത്തണം. ഓർഡർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? അതിലുള്ള ആളുകളെ R = K എന്ന് പറഞ്ഞിട്ട് അവിടെ കോട്ടിട്ട് നിർത്തിപ്പിക്കണം. അപ്പൊ ആരാണ് അവിടെ ഉള്ളത്? ഇതും ഇതുമാണ്. അപ്പൊ അവന്മാരവിടെ കോട്ടിട്ട് നിർത്തണം. ഇതാ
CH3COO C2H5 അതല്ലേ അവിടെ, മറ്റത് H2. അപ്പോൾ അവിടെ കോട്ടിട്ട് നിർത്തി. കോട്ടിട്ട് നിർത്തിയിട്ട് അവരുടെ ഓർഡർ പറയണം. അപ്പോൾ ഓർഡർ പറയുമ്പം വെള്ളം ഉണ്ടാവുന്ന കേസിൽ വെള്ളത്തിന്റെ ഓർഡർ 0 കേട്ടോ. ഇതിന്റെ ഓർഡർ 1 അത് നമ്മൾ ഈ റിയാക്ഷൻ കാണുമ്പോൾ കാണാതെ അങ്ങ് മനസ്സിലാക്കി വെക്കണം. ഇവിടെ CH3 C2H5 വെള്ളം ആണെങ്കിൽ അതിന്റെ ഓർഡർ വരിക കോട്ടിട്ട ഇങ്ങനെ കോട്ടിട്ട് നിർത്തണം എന്ന് മനസ്സിലായല്ലോ. കോട്ടിട്ട് നിർത്തണം എന്ന് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. റേറ്റിക്ക് ഓർഡർ കാണണമെങ്കിൽ അവരെ കോട്ടിട്ട് നിർത്തണം എന്ന് മനസ്സിലായവർ കോട്ടിട്ട് നിർത്തണം. കോട്ടിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ റിയാക്ഷനിൽ എന്താ ചെയ്യേണ്ടത്? വെള്ളത്തിന്റെ തലയിൽ 0 കൊടുക്കേണ്ടത്. ഇതിന്റെ തലയിൽ 1 അത് നിങ്ങൾ ഇത് കാണുമ്പോൾ കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ തലയിൽ 0, ഇനി മറ്റേ വലിയ ആളെ തലയിൽ 1. അപ്പോൾ ഓർഡർ എത്രയാ? ഇനി അത് കൂട്ടലല്ലേ, 1 0 ഓർഡർ 1. അപ്പൊ ഇത് കണ്ടാ ശരിക്കും ഇത് വിചാരിക്കും ഇയാൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇയാൾക്ക് ഇവിടെ 1 ഉണ്ടെങ്കിൽ വെള്ളത്തിന് 0, വെള്ളത്തിനെ കൂട്ടിയെന്ന് വിചാരിച്ചോളൂ. വെള്ളത്തിനെ കൂട്ടുകയാണെങ്കിൽ എന്താ ഓർഡർ? 2 അല്ലേ വരിക. പക്ഷെ വെള്ളത്തിന് നമ്മൾ കൂട്ടാത്തതുകൊണ്ടല്ലേ, വെള്ളത്തിനെ ഒഴിവാക്കി, ഭാവാണ്, സങ്കടമാണ്, വെള്ളത്തിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ 1 ആയത്. അപ്പൊ കണ്ടാ ഇത് വലിയ റിയാക്ഷനാണ്, വലിയ ഓർഡറാന്നൊക്കെ തോന്നും. പക്ഷെ വെള്ളത്തിന് ഇവിടെ കൂട്ടുന്നില്ല. അപ്പോൾ 1 റിയാക്ഷന്റെ ഓർഡർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കുക. ഓർഡർ ഫസ്റ്റ് ആണ്, പക്ഷെ അത് ശരിക്കും ഫസ്റ്റ് അല്ല. വെള്ളത്തിനെ നമ്മൾ തട്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആക്കിയതാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ പരീക്ഷാ ഹാളിൽ കണ്ടു കഴിഞ്ഞാൽ CH3 C2H5 H2O എന്ന് കണ്ടാൽ അത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ ഇതിനെ റേറ്റ് ഇക്വേഷൻ എങ്ങനെ, റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ പറയും. കണ്ടോ, ഗീവ് ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതേണ്ടത്? R = K × അവിടെ രണ്ടാളെയും കൂട്ടിട്ട് നിർത്തുക. എന്നിട്ട് നമുക്കറിയാം ഇയാളെ തലയിൽ 1 ഇയാളെ തലയിൽ 0 അത് കൊടുക്കണം. അതാണ് അതിന്റെ റേറ്റ് ഇക്വേഷൻ. റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാലും റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. എന്നിട്ട് അതിന്ന് ഓർഡർ കണ്ടുപിടിക്കണം. അപ്പോൾ ഓർഡർ നമുക്കറിയാം 1, കാരണം ഇവിടെ 1 ടോട്ടൽ ഓർഡർ വരുന്നത്. അപ്പൊ അത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അപ്പം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ പരീക്ഷ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഓർഡർ എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ പരീക്ഷ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ പരീക്ഷയിൽ ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അപ്പുറത്ത് നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പുറത്ത് ഇനി എന്ത് വേണേലും ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇതാണ് റിയാക്ഷൻ എന്ന് മനസ്സിലായി. പരീക്ഷ പേപ്പറിൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്താ പറയാ, അതിനകത്ത് ഇത് കണ്ടിട്ട് മനസ്സിലാവണം. ഇതെന്താണ്? ഇത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. ഇത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. ഇതിന്റെ മോളിക്യുലാരിറ്റി എത്രയാ? ഇതിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നില്ല. ഇവിടെ ഒരാള് മോളിക്യുലാരിറ്റി 2 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇനി ഓർഡർ എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റേറ്റ് ഇക്വേഷൻ എഴുതണം. റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതുക? R = K × ഇവന്മാരെ കൂട്ടിട്ട് നിർത്തണം. ഇതാണ് റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കലാണ്. അവന്മാരെ കല്യാണത്തിന് കൂട്ടിട്ടിട്ട് വധു വരൻ എന്നുള്ള രീതിയിൽ നിർത്തുക. R = K × അതാണ് റേറ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ അതിനെ കൂട്ടിട്ട് നിർത്തണം. കൂട്ടിട്ട് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ട് വെറുതെ കൂട്ടിട്ട് നിർത്താൻ അവരെ തലയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണം. അത് വധു വരണവരെ തിരിച്ചറിയണം. നമുക്കറിയാം ഇവിടെ 1 കൊടുക്കണം. ഇയാൾക്ക് 1, ഇയാൾക്ക് 0 കൊടുക്കേണ്ടത്. നിങ്ങൾ കാണുമ്പോൾ പഠിച്ചു വെക്കണം. അത് നിങ്ങളുടെ റോളാണ്. ഇനി ഓർഡർ എങ്ങനെയാ നോക്കുക? ഓർഡർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂട്ടലല്ലേ? എന്താ 1ാം ക്ലാസ്സിൽ കുട്ടിയ 1 0 കൂട്ടിയ 1 അല്ലേ? ആ ഓർഡർ 1. പക്ഷേ ഇത് വലിയ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇത് വലിയ ഓർഡർ ആണെന്നൊക്കെ. പക്ഷെ എന്താണ്? 1 ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കുന്നത്. കണ്ടാ വലിയ ഓർഡർ ആണെന്നൊക്കെ തോന്നിപ്പോവുമെങ്കിലും ഇവിടെ വെള്ളത്തിനെ കൂട്ടുന്നില്ല, ഇയാൾക്ക് മാത്രമേ ഓർഡർ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. ഇങ്ങനെ വെള്ളം വരുന്ന കേസിലൊക്കെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ് ഇങ്ങനെ വെള്ളത്തിനെ കൂട്ടുന്നില്ലെങ്കിൽ ആവുക. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായി, ഓർഡർ 1 മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലേ നിങ്ങൾ ഈ റിയാക്ഷൻ കണ്ടാൽ ഓർഡർ 1 കേട്ടോ. അത്ര തന്നെ. ഇപ്പൊ ഞാൻ എന്താ പറയാ നിങ്ങളോട്? ഈ റിയാക്ഷൻ കണ്ടാലേ ഇത് ഓർഡർ 1 കേട്ടോ.
ഇനി ഒന്നും പരീക്ഷ പേപ്പറിൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയില്ല. ഒരാൾ കൂക്കി വിളിക്കുന്നുണ്ട്. ഇതാ ഇപ്പുറത്ത് ഒരാളുണ്ട്, അപ്പുറത്തെ ആളെ കൂക്കി വിളിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിനെ കൂട്ടൂല കേട്ടോ, ഈ കലാപരിപാടിയിൽ വെള്ളത്തിനെ കൂട്ടൂല. അപ്പോൾ ഓർഡർ എന്താണ്? ഓർഡർ 1. ഈ ഇങ്ങനെ ഓർഡർ 1 ആയതുകൊണ്ട് വെള്ളത്തിനെ കൂട്ടാതെ ഇങ്ങനെ പരിപാടി നടത്തുന്നതുകൊണ്ടാണ് ഇത് കള്ളത്തരാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നാണ്, കള്ളത്തരം എന്നാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഇത് കള്ളത്തരാണ്. വെള്ളം ഇവിടെ ഒരുങ്ങി നിന്നിട്ട് വെള്ളത്തിനെ കൂട്ടൂല എന്ന് പറഞ്ഞാൽ, കല്യാണത്തിന് കോട്ടൊക്കെ ഇട്ട് വന്നേന്നേ, കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് പറയാണ് പറ്റൂല, നിനക്കും തലയിലൊന്നും വെച്ച് തരില്ല എന്ന്. അത് കള്ളത്തരമാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കുന്നത്. എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത് നോക്കിയത്? ഇത് ആർക്കെങ്കിലും ഇത് പരീക്ഷയ്ക്ക് ഇനി ആരെങ്കിലും എഴുതാതിരിക്കുവോ? ഇതാ CH3 കൂ C2H5. ഇത് കണ്ടാലേ ഇത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. കാരണം എന്താ? ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതി നോക്കുക. കോട്ടിട്ട് നിർത്തുക. കോട്ടിട്ട് നിർത്തിയിട്ട് ശരിക്കും കോട്ടിട്ട് കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തലയിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ടേ? ഇവിടെ 2 അല്ലെങ്കിൽ 1 കൊടുക്കണമായിരുന്നു. അപ്പൊ അത് ശരിക്കും ഫസ്റ്റ് ഓർഡർ അല്ല. പക്ഷെ വെള്ളത്തിന് നമ്മൾ പറ്റിച്ചു. കോട്ടൊക്കെ നിർത്തിയിട്ട് വതൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പൂജ കൊടുത്തത്. അതുകൊണ്ട് ഇത് കള്ളക്കളിയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? അപ്പൊ ഈ കഥ ഓർത്ത് വെക്കുക. പരിപാടിക്ക് വന്നു, ആളെ എണ്ണം ചോദിച്ചാൽ എത്ര ആൾക്കാരുണ്ട്? എണ്ണമാണ് മോളിക്യുലാരിറ്റി. എണ്ണ 2 എണ്ണത്തിലൊക്കെ പെടുത്തി ഇയാളെ. അപ്പൊ പുള്ളി വിചാരിച്ചു എന്നെയും കൂട്ടിയിട്ടുണ്ട് എന്ന്. അങ്ങനെ കോട്ടിട്ട് നിർത്തുന്നിടത്തും ആളെ ശരിയാക്കി. പക്ഷെ കോട്ടിട്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇല്ല, നിനക്കൊന്നുമില്ല. അപ്പൊ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി നമ്മൾ വിചാരിച്ചത് വലിയ ഓർഡർ ആയിരിക്കും, ഇവിടെ ഏതെങ്കിലും വാല്യൂ ഒക്കെ വരും. അപ്പോൾ ഓർഡർ 3 ആവാം, 4 ആവാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും തലയിൽ വെച്ച് കൊടുത്തിട്ട് 1 2 ആവാം ഓർഡർ എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴാണ് വെള്ളത്തിനെ കൂട്ടൂല, വെള്ളം ശരിയാവില്ല, വെള്ളം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഫാൾസ്, തെറ്റാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പം ദിസ് ഈസ് കാൾഡ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുമ്പോൾ പിന്നീട് അതിനകത്ത് വീണ്ടും ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കൺസിഡർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അത് ഓർഡർ പറയാൻ പറഞ്ഞു. ഓർഡർ പറയാൻ കൂട്ടിട്ട് നിർത്തിയിട്ട് തലയിൽ എന്താ നോക്കി എണ്ണയാ വെക്കാണ്. മോളിക്കുലാരിറ്റി നമ്മൾ പറഞ്ഞു. റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു. അതും എഴുതി. റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിട്ട് നിർത്തലാണ്. പിന്നെ വാട്ട് ഹാപ്പൻസ് ടു റേറ്റ് ഓഫ് റിയാക്ഷൻ? ഇവിടെ CH3COH ഡബിൾ ആക്കിയാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇത്തരം കേസിൽ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോട്ടിട്ട് നിർത്തുന്ന ഇവിടെ ആ റിയാക്ഷനിൽ ഇതാണ് റിയാക്ഷൻ. CH3 കൂ C2H5 പ്ലസ് H2O. അപ്പൊ എന്ത് ചെയ്യാണ്? ഇത് അവിടെ എന്താണെന്നൊന്നും നോക്കണ്ട. അവിടെ തൽക്കാലം നിങ്ങൾ പഠിച്ചു വെക്കണം. റിയാക്ഷൻ ചിലപ്പോൾ കാണാൻ പറയാറുണ്ട്. തൽക്കാലം റേറ്റ് ഇക്വേഷൻ എഴുതാം. റേറ്റ് ഇക്വേഷൻ എഴുതിയല്ലോ, CH3 കൂ C2H5. റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവരെ കോട്ടിട്ട് നിർത്തലാണ്. അപ്പൊ റേറ്റ് ഇക്വേഷനും ശരിയായി. ഇനി ഓർഡർ നോക്കാൻ ഈ തലയിൽ 1 കൊടുക്കുക, ഇയാളെ തട്ടി. അപ്പോൾ ഓർഡർ 1 ഓർഡർ എന്ന് പറഞ്ഞാൽ 1 + 0 രണ്ടും കൂടി കൂട്ടണം. പക്ഷെ അവിടെ 0 ആയതുകൊണ്ട് 1. ഇനി ചോദ്യം, ഇത് ഡബിൾ ആക്കി CH3COH ഡബിൾ ആക്കിയാൽ എന്താണ് സംഭവിക്കുക റേറ്റിന്? അപ്പൊ അത് ഡബിൾ ആക്കി എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? 2 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ പവർ, അപ്പൊ 2 ആയില്ലേ അവിടെ? അപ്പൊ കോട്ടിന്റെ ഉള്ളിൽ 2 ആയില്ലേ? അത് ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്ത് 2 എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ തലയിൽ 1 അല്ലേ? കാൽക്കുലേറ്ററിൽ നോക്കുക, 2⁻1 എന്താണ്? അത് 2 ആണ്. അപ്പൊ റേറ്റ് എന്താവും? ഡബിൾ ആവും. അപ്പൊ ഇത് ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ അവിടെ 2 ഇട്ട് കൊടുക്കലാണ്. അപ്പൊ അത് 2 ഇട്ട് കൊടുത്താൽ 2⁻1 അതിന്റെ സ്ഥാനത്ത് 2 ആയി, കോട്ടിന് മേലെ 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ. അപ്പൊ 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പൊ ഡബിൾ ആവുന്നുണ്ട്. അപ്പൊ റേറ്റും ഡബിൾ ആവും. അപ്പൊ ഇത് ഡബിൾ ആക്കിയാൽ അതിന്റെ പവർ 1 ആയതുകൊണ്ട് ഇതും ഡബിൾ ആവും. ഇനി പവർ 2 ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് ഡബിൾ ആക്കിയാലേ 4 ആവും റേറ്റ്. ഇപ്പൊ തൽക്കാലം ഇവിടെ നമുക്ക് പവർ 1 ആണല്ലോ. അപ്പൊ ഇത് ഡബിൾ ആക്കിയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്ത് 2 കൊടുക്കലാണ്. അപ്പം അതാണ് ഇവിടെ ചോദിച്ചത്. വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ ഇതിന്റെ അളവ് ഡബിൾ ആക്കിയാൽ? ഇത് ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോട്ടിന്റെ ഉള്ളിൽ അയാളെ സ്ഥാനത്ത് ഡബിൾ ആക്കലാണ്. എന്നിട്ട് ആ പവർ കൊടുക്കുക. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പൊ ഡബിൾ ആവും. വാട്ട് ഹാപ്പൻസ് ടു റേറ്റും ഡബിൾ ആവും.
റിയാക്ഷൻ നടത്തുകയെന്ന് വിചാരിക്കുക. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ എ പ്ലസ് ബി എന്തുണ്ട്, സി പ്ലസ് ഡി ആയി മാറും. അപ്പം നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടത്താം. അപ്പം നിങ്ങൾ അതിനകത്ത് ഹീറ്റ് ചേഞ്ച് 10 ജൂളാന്ന് വിചാരിച്ചോളൂ. അപ്പം അത് നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ നടത്തി. അല്ലാണ്ട് ഈ റിയാക്ഷൻ നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ എ പ്ലസ് ബി ആക്കി, പിന്നെ അത് ജി പ്ലസ് എച്ച് ആയി മാറി. പിന്നെ ഈ ജി പ്ലസ് എച്ച് ആണ് എന്ത്, സി പ്ലസ് ഡി ആവുന്നത്. ആ 2 സ്റ്റെപ്പിലാണ് ഇത് ആയതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ ഇവിടെ 6 ജൂളാണെങ്കിൽ ഇത് 4 ജൂളായിരിക്കും. അതായത് ഇവിടുത്തെ ഈ 2 എനർജി കൂട്ടിയാലാണ് ഈ ഒറ്റ സ്റ്റെപ്പിൻ്റെ എനർജി. എൻതാൽപ്പി ചേഞ്ച് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനും ഡബിൾ സ്റ്റെപ്പിൽ നടന്നാൽ അപ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചും ഒക്കെ സെയിം ആയിരിക്കും. ഒറ്റ സ്റ്റെപ്പിൽ നടന്നാൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചും പല സ്റ്റെപ്പിൽ, റിയാക്ഷൻ ഇപ്പോൾ 2 സ്റ്റെപ്പിലാണ്, അത് ടോട്ടലി അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഒക്കെ സെയിം ആയിരിക്കും. ഇവിടെ 2 സ്റ്റെപ്പിൽ നടന്നപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ 6 ജൂളും പിന്നെ 4 ജൂളും, അപ്പോൾ 10 ജൂൾ തന്നെയാണ് അവിടെ ചിലവായത് 2 സ്റ്റെപ്പിൽ നടന്നപ്പോഴും. ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ നടന്നപ്പോഴും 10 ജൂൾ തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതാണ് എസ് ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചത് കണ്ടോ? അപ്പം എസ് ലോ കണ്ടോ, എസ് ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് ലോ ഒരു മാർക്കിന് അല്ല, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. 1 മാർക്ക് 2025, പക്ഷെ ഇവിടെ കാണാൻ 2 മാർക്കിനാണ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എസ് ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 മാർക്കിന് കണ്ടില്ലേ, ഇത് എക്സാമ്പിൾ അടക്കം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എസ് ലോ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് 2 മാർക്കിന്. അപ്പോൾ ഇതാണ് റിയാക്ഷൻ നിങ്ങൾ പറയേണ്ടത്. അതായത് ഇഫ് ദ റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ എ സെവറൽ സ്റ്റെപ്പ്, ഒരുപാട് സ്റ്റെപ്പിൽ നടക്കുകയാണ്, അങ്ങനെയെങ്കിൽ മൊത്തത്തിലുള്ള ഓവറാൾ എൻതാൽപ്പി ചേഞ്ച്, മൊത്തത്തിലുള്ള എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ, ആ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ആണ് ടു ദ സം ഓഫ് ദി എൻതാൽപ്പി ചേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിൽ നടക്കുമ്പോഴും ഉള്ള എൻതാൽപ്പി ചേഞ്ച് കൂട്ടുക. ഇപ്പോൾ ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടന്നു, എ സി ആയി മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ ഉള്ള എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഇതിപ്പോൾ എ ആദ്യം എന്തായി, ബി ആയി, ബി വേറെന്തോ ജി എന്തോ ആയി, പിന്നെ ജി ആണ് നമ്മുടെ സി ആയത്. ഇതിപ്പോൾ എ സി തന്നെ ആയത് ഇവിടെ, പക്ഷെ അത് 3 സ്റ്റെപ്പിലാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് 1 ഉണ്ടാവും, ഡെൽറ്റ എച്ച് 2 ഉണ്ടാവും, ഡെൽറ്റ എച്ച് 3 ഉണ്ടാവും. ഇത് 3ഉം കൂട്ടിയാലാണ് ഈ മൊത്തത്തിലുള്ള ഈ ഒറ്റ സ്റ്റെപ്പിൻ്റെ ഡെൽറ്റ ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഡെൽറ്റ എച്ച് 1, ഡെൽറ്റ എച്ച് 2, ഡെൽറ്റ എച്ച് 3. അപ്പം ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പിൻ്റെയും എൻതാൽപ്പി ചേഞ്ച് കൂട്ടിയാൽ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ പറയണം, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒരു റിയാക്ഷൻ പല സ്റ്റെപ്പിൽ നടന്നാലും ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും അതിൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആണ്. ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒരു സെവറൽ സ്റ്റെപ്പ്, പല സ്റ്റെപ്പിൽ നടന്നാലും. അപ്പോൾ മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെയാണ്, മലയാളം വരെ എഴുതിയ മാർക്കാണ്. അപ്പം പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് എസ് ലോൻ്റെ ഇതിൽ അതൊക്കെ നമുക്ക് ചെയ്യാം ക്വസ്റ്റ്യന്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് എന്നറിയോ, എസ് ലോയിൽ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഏത് എഴുതാമെന്നറിയോ, നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ കാർബൺ നമ്മൾ ഫുള്ള് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കിട്ടൂലേ. ഇത് കാർബൺ സോളിഡ്, ഇത് ഓക്സിജൻ ഗ്യാസ്, ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പോൾ ഒരു ഡെൽറ്റ എച്ച്, അതിനൊരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ട്. അത് നമുക്കറിയില്ല, നമ്മൾ കാണണം. അപ്പോൾ ഈ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് അതിനെ 2 സ്റ്റെപ്പിൽ നടത്താം. ആദ്യം ഫുൾ ഓക്സിജൻ കൊടുക്കണ്ട കേട്ടോ, ആദ്യം നമുക്ക് കാർബണിന് അര ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാർബൺ സോളിഡ് അര, ഇതിനകത്ത് ഇപ്പോൾ ഗ്രാഫൈറ്റ്, അതിനകത്ത് ഹാഫ് ഓക്സിജൻ എന്താവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും ആദ്യം. അപ്പോൾ ഒരു ഡെൽറ്റ എച്ച് 1 ഉണ്ടാവില്ലേ, ഉണ്ടാവും. അതിനൊരു എൻതാൽപ്പി ചേഞ്ച്, ചൂട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവും. പിന്നെ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് എന്താവും, അര ഓക്സിജനായിട്ട് വീണ്ടും റിയാക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫുള്ളാവുന്നത്. ഇത് കണ്ടോ, ആദ്യം കാർബണിന് നമ്മൾ അര ഓക്സിജൻ കൊടുത്ത് CO ആക്കി, ഈ COക്ക് വീണ്ടും അര കൊടുത്ത് CO2 ആക്കി. അപ്പോൾ ഇതിലും എനർജി ചേഞ്ച് നടന്നിട്ടുണ്ട് ഡെൽറ്റ എച്ച് 2. പക്ഷെ ഇവിടെ ഒറ്റ സ്റ്റെപ്പിലാണ് നടന്നത്. അപ്പോൾ അതിൽ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും, ഈ 2 സ്റ്റെപ്പിൻ്റെയും കൂട്ടിയാൽ ഇതിൻ്റെ കിട്ടും. അതാണ് എസ് ലോ. അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതിയ എസ് ലോൻ്റെ എക്സാമ്പിൾ അടക്കമായി.
അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം എങ്ങനെ എഴുതേണ്ടത്. നിങ്ങൾ ആദ്യം കാർബണിന് 1/2 ഓക്സിജൻ കൊടുക്കുക. അപ്പം ഇങ്ങനെയായില്ലേ? ഇങ്ങനെയായി. ഇത് ഗ്യാസ് ആട്ടോ, ഇതും ഗ്യാസ് ആണ്, ഇത് സോളിഡ്. ഇനി കാർബൺ മോണോക്സൈഡ് ആയല്ലോ, അത് ഗ്യാസ് ആണ്, അതിന് വീണ്ടും 1/2 ഓക്സിജൻ കൊടുക്കുക. അപ്പം നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടൂലടാ, ഇത് ഗ്യാസ് ആണ്. അപ്പം ഇത് 2 സ്റ്റെപ്പിലല്ലേ. ഇനി ഇതിനെ ഒറ്റ സ്റ്റെപ്പിൽ കൊടുക്കുക. ഫസ്റ്റ് ഫുള്ള് ഒറ്റ ഓക്സിജൻ ഒറ്റയടി കൊടുക്കുക. അങ്ങനെ ആകുക. മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് ഇവിടുത്തെ ഡെൽറ്റ എച്ച് ചോദിച്ചാൽ ഇവിടെ ഡെൽറ്റ H1 എഴുതുക, ഇവിടെ ഡെൽറ്റ H2 എഴുതുക. അപ്പോൾ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്താ? ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2. അപ്പം ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് അതിനകത്ത് മാർക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ്. സ്റ്റേറ്റ് SS ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. SS ലോ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്യണം. ആൻഡ് മെൻഷൻ എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അപ്പോൾ SS ലോന്റെ ആപ്ലിക്കേഷൻ എന്താണ്? SS ലോന്റെ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പം നമുക്ക് ഇവിടെ SS ലോന്റെ ആപ്ലിക്കേഷൻ എന്താണ്? നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു റിയാക്ഷൻ കാൽഷ്യം കാർബണേറ്റ്. അപ്പം ഇതാണ് നമ്മുടെ റിയാക്ഷൻ. നിങ്ങളുടെ കണ്ണുകളെ ഈ റിയാക്ഷനിലോട്ട് വരൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ളവർ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. പഠിക്കണം എന്നുള്ളവർ ഇവിടെ ഇരുന്നാൽ മതി. അപ്പം പഠിക്കുക, ശ്രദ്ധിക്കുക. ലൈഫാണ്. ഇനി ഒരു ഇതുപോലെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടൂല. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ സെറ്റായി. എന്തായാലും വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പഠിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ഇരിക്കുന്ന സമയമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ് ഈ ഒരു ചോദ്യം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി നിങ്ങൾ കാണണം. അപ്പോൾ റിയാക്ഷൻ ഇതാണ്. കാൽഷ്യം കാർബണേറ്റ് എന്തായി മാറുകയാണ്? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയല്ലോ. ഇങ്ങനെ കിട്ടി. ഇതാണ് തന്ന റിയാക്ഷൻ. ഇതിൻ്റെ എൻതാൽപ്പി കാണാനാണ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോകുന്നതാകാം, അല്ലെങ്കിൽ ഹീറ്റ് വലിച്ചെടുക്കുന്നതാവാം. ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അത് ഹീറ്റ് എടുക്കുന്നത്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിയാക്ഷന് പുറത്തേക്ക് വിടും ചൂട്. അപ്പൊ എന്തായാലും എന്താണ് നമുക്കറിയില്ല. അതിന്റെ ഡെൽറ്റ എച്ച് കാണണം. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആവും. അതിലെ എൻതാൽപ്പി എന്താണ്? അതിനകത്ത് ചൂടിൽ എന്താണ് മാറ്റം? എൻതാൽപ്പി എങ്ങനെയാണ് മാറുന്നത്? എന്തൊക്കെയാണ് അതിലെ എൻതാൽപ്പിയുടെ വാല്യൂ കാണണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡെൽറ്റ HF ആണ് തന്നിരിക്കുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയാണ് കേട്ടോ. ഫോർമേഷൻ എന്നാണ് ഡെൽറ്റ എച്ച്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാണ്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ആണ്. ഓഫ് ഫോർമേഷന്റെ എൻതാൽപ്പി അവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കാൽഷ്യം കാർബണേറ്റിന്റെ ഫോർമേഷന്റെ എൻതാൽപ്പി തന്നു, കാൽഷ്യം ഓക്സൈഡിന്റെ ഫോർമേഷൻ എൻതാൽപ്പി തന്നു, ഡെൽറ്റ HF കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡെൽറ്റ HF തന്നു. നിങ്ങളോട് ചോദിച്ചത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഈ റിയാക്ഷൻ ആണ്. അപ്പം നമുക്കതിന്ന് വളരെ സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു റിയാക്ഷന്റെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ആ റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കാണണം. തന്നിരിക്കുന്നത് ഫോർമേഷൻ ആണ്, ഡെൽറ്റ HF. അപ്പൊ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചാൽ എങ്ങനെ കാണും? അറിയാവുന്നവർ ലൈക്ക് അടിക്കൂ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചിട്ട് ഫോർമേഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചാൽ അറിയാവുന്നവർ ലൈക്ക് അടിക്കൂ. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി കെമിസ്ട്രിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ആരൊക്കെ ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇവിടെ കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. ഇതെല്ലാവരും ഓക്കെ ആണല്ലോ. ഇതെല്ലാവരും ഓക്കെ അല്ലേ? അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും കണ്ടില്ലേ? കണ്ടു. ഇനി എന്ത് ചെയ്യണം? അവിടെയുള്ളവരൊക്കെ ഇവിടെ തന്നിട്ടുണ്ടോ നോക്കുക. അതെ, അവിടെ തന്നിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റ് തന്നിട്ടുണ്ട്, കാൽഷ്യം ഓക്സൈഡ് തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. ഓക്കെയാണ്.
അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ എല്ലാവരും ഒരു മോൾ തന്നെയാണ്, ഇവിടെ എല്ലാം ഒന്നാണ്. CaCO3 അവിടെ ഒരു മോളാണ്, CO3 ഗീവ് COO ഒരു മോളാണ്, CO2 ഇതും ഒരു മോളാണ്. അവിടെ ഒക്കെ ഒന്നാണ്, ഒന്നില്ലെങ്കിൽ ഒന്നിട്ടിട്ടില്ല, ഒന്നാണ്. അപ്പൊ ഇതൊക്കെ ഒന്നാണ് എന്നുള്ളവർ, ഒരു മോൾ തന്നെയാണ് എന്നുള്ളവർ ലൈക്ക് അടിക്കൂ. ഇതൊക്കെ ഒന്നാണ്, അവിടെ വേറെ നമ്പർ ഒന്നുമില്ല. CaCO3 ഒന്നാണ്, CaO അവിടെയും ഒന്നാണ്, ഒന്നായതുകൊണ്ട് ഒന്നിട്ടിട്ടില്ല, ഇവിടെ ഒന്നാണ് കേട്ടോ, ഒന്നിട്ടാത്തതുകൊണ്ട് ഒന്നാണ്. മറ്റവിടെ 2 എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ഒന്നാണെന്ന് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ, ഒന്നാണെന്ന് മനസ്സിലായവർ. അല്ലാത്തവരൊക്കെ ഇവിടെ ക്ലാസ് എന്ത് ചെയ്യാ? അപ്പൊ എന്താ ലൈക്ക് അടിക്കാത്തവര്? അപ്പം അതിനകത്ത് ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ തന്നത് ഫോർമേഷൻ ആണ്. അത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ചോദ്യം ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ ആണെന്നും എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണെന്നും തന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ F ആണെന്നും മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അപ്പൊ ലൈക്ക് അടിക്കാത്തവന്മാരൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് തട്ടൂട്ടോ. അപ്പം ഇതിനകത്ത് ലൈക്ക് എടുക്കാത്തവരെ തട്ടും, ഈ പഠിക്കാത്തവരെ തട്ടും. അവരൊന്നും ഇനി ക്ലാസ്സിൽ ഇരിക്കണ്ട, ഇനി പഠിക്കുന്ന മാർക്കുള്ളവർ മാത്രം അവിടെ ഇരുന്നാൽ മതി. അപ്പൊ ഇതിനകത്ത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ്, ഇവിടെ ഇത് റിയാക്റ്റന്റ് ആണ്, ഇത് പ്രവർത്തിച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് പ്രൊഡക്റ്റ് ആണ്, ഈ സൈഡിൽ പ്രൊഡക്റ്റ് ആണെന്നും ഇവിടെ റിയാക്റ്റന്റ് ആണെന്നും മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇത് റിയാക്റ്റന്റ് ആണ്, ഇത് പ്രൊഡക്റ്റ് ആണ്, മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അതും മനസ്സിലായി. അതൊക്കെ കുട്ടികൾക്ക് അറിയുന്ന കാര്യമാണ്. ഈ സൈഡിൽ പ്രവർത്തിക്കുന്നവരാണ്, ഇപ്പുറത്താണ് അതിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവർ റിയാക്ട് ചെയ്തിട്ട് ഇവിടെ പ്രൊഡക്റ്റ് വന്നു, അതും മനസ്സിലായി. അപ്പൊ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചിട്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നാല് എന്താ ചെയ്യേണ്ടതെന്നറിയോ? പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് ചെയ്യുക. എല്ലാം ഒരു മോളാണ് നോക്കുക. അതെ, എല്ലാം ഒരു മോൾ തന്നെയാണ് ഇവിടെ. അപ്പൊ നിങ്ങൾ ΔH പ്രോഡക്റ്റ് മൈനസ് ΔH റിയാക്റ്റൻസ്, പ്രോഡക്റ്റിന്റെ എൻതാൽപ്പി കൂട്ടുക, എന്നിട്ട് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി കുറയ്ക്കുക. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ആരാണ്? ഇവിടെ നമുക്കറിയാം ഈ സൈഡിൽ ഇതാണ് പ്രോഡക്റ്റ്. അപ്പം പ്രോഡക്റ്റ് ഏതാണ്? പ്രോഡക്റ്റ് ഇതാണ്, ഇതാണ് പ്രൊഡക്റ്റ് അല്ലേ? ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെത് കൂട്ടുക. ഇതിന്റെ വാല്യൂ എന്താ? ഇതാ CaO, ഇതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ ΔH ഓഫ് എ റിയാക്ഷൻ, ΔH R എന്നാണ് പറയുക. അപ്പൊ ΔH റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ΔH ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ΔH ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ΔH പ്രൊഡക്റ്റ് ഏതാ? പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? ΔH ഫോർമേഷൻ CaO പ്രൊഡക്റ്റ് ആണ്, പ്ലസ് ΔH ഫോർമേഷൻ വേറെ ആരാ? പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്, മൈനസ് റിയാക്റ്റന്റ് ഏതാണ്? ΔH ഫോർമേഷൻ CaCO3. അപ്പൊ നമുക്കറിയാം അവിടെ തന്നിരിക്കുന്ന വാല്യൂ CaO മൈനസ് 635.1 kg പ്ലസ് ഫോർമേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? മൈനസ് 393.5 കിലോ ജൂൾ, മൈനസ് അവിടെ ഇക്വേഷൻ തന്നെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ആ വാല്യൂയിലും ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് മൈനസ് എന്ന് വരും, 1200.9 kg. ഇത് മനസ്സിലായിട്ടുള്ളവർ ലൈക്ക് അടിക്കൂ. ഇത് മനസ്സിലായിട്ടുള്ളവർ അപ്പൊ നമുക്ക് അവിടെ തന്ന വാല്യൂസ്, അതായത് നമുക്കറിയാം ഇത് ഇവിടെ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ വാല്യൂസ് കൂട്ടാം. പ്രൊഡക്റ്റിന്റെ ഇതിൽ വെച്ച് കാൽഷ്യത്തിന്റെ ഇതാ, കാൽഷ്യം ഓക്സൈഡ് മൈനസ് 635.1 പ്ലസ് അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിൻ്റെതും കൂട്ടാം, മൈനസ് 393.5 kg പ്രൊഡക്റ്റ് മൈനസ്. ഇനി അവിടെ റിയാക്റ്റന്റിന്റെ നോക്കുക, കാൽഷ്യം കാർബണേറ്റ് ആണ്, അതിന്റെ നോക്കുക. അപ്പൊ അതിന്റെ വാല്യൂ തന്നെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് 1200.9. അപ്പൊ ഇത് കാൽക്കുലേറ്ററിൽ നേരെ അടിച്ചു കൊടുക്കുക. മൈനസ് 635.1 മൈനസ് പ്ലസും മൈനസ് കൂടി എന്താവും? മൈനസ് ആവും. അപ്പൊ ഇത് ഇങ്ങനെയാണ് ചെയ്തു വരുമ്പോൾ വരിക, മൈനസ് 635.1 മൈനസ് 393.5. ഈ മൈനസും മൈനസ് കൂടി പ്ലസ് ആവും. അപ്പൊ 1206.9. അപ്പൊ ഇത് പ്ലസ് ആയതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് ഇടുക. അപ്പൊ 1206.9 മൈനസ്, ഇത് രണ്ട് മൈനസുകൾ വന്നാലേ കൂട്ടുക ചെയ്യുക. കൂട്ടിയിട്ട് മൈനസ് ഇടലാണ്. മൈനസ് ഒന്നും എന്താ വരിക എന്നറിയോ? -2 എന്നാണ് വരിക. രണ്ട് മൈനസുകൾ ഇങ്ങനെ അടുപ്പിച്ച് വന്നാൽ ഇത് കൂട്ടിയിട്ട് മൈനസ് ഇടലാണ്.
അപ്പോൾ ഇത് കൂട്ടുക 635 പോയിന്റ്. രണ്ട് മൈനസുകൾ അടുപ്പിച്ച് വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ഇടലാണെന്ന് അറിയാവുന്നവർ ലൈക്ക് അടിക്കൂ. അപ്പം നിങ്ങൾ അത് കൂട്ടി നോക്കുക. രണ്ട് മൈനസുകൾ ഇവിടെ ഇതും മൈനസ് ആണ്, ഇത് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെയാണ്. അപ്പൊ ഇവിടെ രണ്ട് മൈനസ് ആണ്. അപ്പൊ രണ്ട് മൈനസ് വന്നാലേ കൂട്ടിയിട്ട് മൈനസ് ഇടലാണ്. അപ്പൊ ആ വാല്യൂ കൂട്ടി നോക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട്. കൂട്ടാം, നമുക്ക് കൂട്ടി നോക്കാം. അപ്പൊ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ എത്രയാ വരുന്നത്? -635.1 -635.1 -393.5. അപ്പൊ വരുന്നത് -1028.6 ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ത് കിട്ടിയെന്നറിയോ? ഫസ്റ്റ് അത് കൂട്ടിക്കഴിഞ്ഞാൽ -1228.6 1028.6. ഇത് മൈനസും മൈനസും നമ്മൾ പറഞ്ഞു പ്ലസ് ആകുമെന്ന്. അപ്പൊ 1206.9. ഇനി എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇവിടെ 1206 പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ഉള്ളതിനെ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇടാം. 1206.9 പ്ലസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പ്ലസ് ആണ്. അപ്പൊ അതിനെ ഫ്രണ്ടിലോട്ട് ഇടാം. ഇനി മറ്റേത് രണ്ടും ആഡ് ചെയ്തപ്പോൾ മൈനസ് ഇടുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാ വന്നത്? -1028.6 ആണ്. അപ്പൊ ഇനി അത് കുറച്ചാൽ മതി, ഇപ്പൊ ആൻസർ കിട്ടും. 1206.9 -1028.6. 1206.9 1028.6 178.3. അപ്പൊ പ്ലസ് ആണ്. അപ്പൊ ചൂട് അങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അത് അതിന്റെ വാല്യൂ 178.3 ആണ് അതിലെ എൻതാൽപ്പി ചേഞ്ച്. അപ്പൊ കിലോ ജൂളാണ് ഇവിടെ. കെ ജി പെർ മോൾ ആണ് എല്ലാം തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കെ ജി മോൾ ആണ്, കെ ജി പെർ മോൾ ആണ്, കെ ജി മോൾ ഇൻവേഴ്സ്. അപ്പൊ ഇവിടെയും കെ ജി മോൾ ഇൻവേഴ്സ് ആണ് വരിക. അപ്പൊ കെ ജി മോൾ ഇൻവേഴ്സ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഓക്കെയാണ്, എളുപ്പമാണ് എന്നുള്ളവർ ലൈക്ക് അടിക്കൂ. ഇത് എളുപ്പമാണ് എന്നുള്ളവർ. മനസ്സിലാവാത്തവർ ഡിസ്ലൈക്ക് അടിക്കൂ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. റിയാക്ഷൻ ചോദിച്ചു, ഇതാണ് റിയാക്ഷൻ. എന്നിട്ട് ഫോർമേഷൻ വാല്യൂ തന്നു. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതൂ. അപ്പൊ നമ്മൾ എഴുതി വെക്കേണ്ടത് എന്താണ്? നിങ്ങൾ അതിന്റെ കോഡ് എഴുതി വെക്കുക. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചാൽ, ഫോർമേഷൻ തന്നാൽ, പ്രൊഡക്റ്റ് മൈനസ്. അപ്പൊ റിയാക്ഷൻ ചോദിച്ചു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെക്കുക. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചു. തന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. തന്നിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ അവിടെ ഓരോന്നിന്റെയും മോളുകൾ നോക്കുക. അവിടെ ഓരോന്നിന്റെയും മോള് എത്രയാണ് എന്ന് നോക്കണം. ഓരോന്നിന്റെയും മോൾ നോക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി കൂട്ടുക മൈനസ് റിയാക്ടന്റിന്റെ എൻതാൽപ്പി. അപ്പൊ ടോട്ടൽ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബാക്കി ഇവിടെ എഴുതുക. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എങ്ങനെ കാണാം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ്. എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്